നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാതൃഭൂമി ത്രില്ലാനയിലേക്ക് സ്വാഗതം. ത്രില്ലാന ഇങ്ങനെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് അവസാന ദിവസത്തിന് തൊട്ട് ഇനി ഒരു ദിവസം കൂടി എന്തുള്ളൂ. അതാണ് പറഞ്ഞത്, ചൂടേറിയ അവസാനവട്ട പോരാട്ടങ്ങൾ നടക്കാൻ പോവുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും. മൊത്തത്തില് അങ്ങ് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കാതെ പറയില്ലേ, അങ്ങനെ അടിപൊളിയേറിയ പോരാട്ടം നടക്കുമ്പോഴേ നേരത്തെ പൂജ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികളും മത്സരിക്കുകയാണെന്ന് പറയുന്നു. ജില്ല മത്സരിക്കുകയാണ്. നിലവിലിപ്പോണ്ടല്ലോ കണ്ണൂര് കപ്പെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. 739 പോയിന്റ് ആയിട്ട് ഒന്നാമതുണ്ട്. കോഴിക്കോട് 728 പോയിന്റേ ഉള്ളൂ. കോഴിക്കോട് വരെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഒരു കോഴിക്കോടുകാരി എന്ന നിലയിൽ എനിക്കുണ്ട്. അങ്ങനെയൊന്നുമില്ല, എല്ലാ ജില്ലക്കാരോടും ഒരേ സ്നേഹം എന്നാലും പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ സ്കൂളുകൾ മത്സരിക്കും. സ്കൂൾ മത്സരിക്കുമ്പോൾ മികച്ച സ്കൂള് ഏതാകും, ഏറ്റവും കൂടുതൽ പോയിന്റ് ഞങ്ങൾ തന്നെ നേടുമെന്ന ആവേശത്തോടു കൂടി മത്സരിക്കുന്ന സ്കൂളുകളുണ്ട്. അതെ, വർഷങ്ങളായി. പക്ഷേ ആ സ്കൂളുകളുടെ നിരയിൽ ഒരാളാണ് ടോപ്പിൽ നിൽക്കുന്നത്, ഒരേ ഒരു സ്കൂൾ. ഒരു 10 മേലെ ആയിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ സ്കൂളിന് ആ പോയിന്റ് നേടിക്കൊടുക്കുന്ന മിടുമിടുക്കികളൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ കാണുന്നുണ്ട്. പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്, അവരിൽ പലരെയും നമ്മൾ കാണുന്നു. അപ്പൊ അവരാണ് ഇവിടെ ഉള്ളത്. നിങ്ങളെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത്രയും ഹൈപ്പൊക്കെ തന്നിട്ട് ഇത്ര സന്തോഷമുള്ളൂ, ഇത് മതിയോ ഹൈപ്പ്? തേജസ് കുറച്ച് തേജസ്സോടെ നിൽക്കൂ, രാവിലെ എനർജി ആവട്ടെ. തേജസ് ഇല്ലാന്നൊക്കെ തേജസ് വരട്ടെ ഇതല്ലേ പറയാ. ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ, എന്തുപറ്റി? ഒന്നും പറ്റിയൊന്നുമില്ല. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എങ്ങനെ ഇത്തവണ നിങ്ങളുടെ സ്കൂള് തന്നെ കപ്പടിക്കൂ? അടിക്കും. രണ്ടുപേരും വയലിനും ഗിറ്റാറും ഒക്കെ അവതരിപ്പിച്ച് എ ഗ്രേഡ് മേടിച്ച് നിൽക്കണം. അതാണ് ഇവരോട് എ ഗ്രേഡ് ഉണ്ട്. അപ്പൊ ഞാൻ സ്വാഭാവികം. രണ്ടുപേര് മാത്രമല്ല, ഇവരുടെ കൂടെ ഇനിയും ഉണ്ടായിരുന്ന ഒരു 5 പേര്. അവര് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവരിതാ ഇവിടെ പോകാൻ കഴിയാതെ ബാക്കി പരിപാടിയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോകൂ എന്നും പറഞ്ഞിട്ട് 2 പേര് ഇവിടെ നിന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് കലയോടുള്ള സ്നേഹം മാത്രം അല്ലേ? ഒന്നുകൂടെ പറയൂ. അതെ, ശരി. അപ്പൊ ഇവർ അവതരിപ്പിച്ച പെർഫോമൻസ് ആദ്യം നമുക്ക് മുൻപിൽ കാഴ്ചവെക്കും. ഇവരുടെ ആയുധങ്ങളാണ് ഇവിടെ മൊത്തം ചവിട്ടിയാ പോകുന്നു. അപ്പോൾ ശരി, ആദ്യം ആ പെർഫോമൻസിലേക്ക്, അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. തുടങ്ങാം. പേരിങ്ങനെ വായിക്കുമ്പോഴേ അതിനനുസരിച്ച് എനിക്ക് പാടണം എന്നൊക്കെ തോന്നാം. പക്ഷെ ചെയ്യരുത്. ഒരിക്കലും ഞാൻ നോക്കായിരുന്നു എത്ര അനായാസമായിട്ടല്ലേ ഇവര് ചെയ്യുന്നത്. ചിലപ്പോ കാണുമ്പോ സൈഡിൽ അനായാസം എന്നൊക്കെ തോന്നിയാ കഠിനാധ്വാനം. എത്ര വർഷമായി പഠിക്കുന്ന? 7 കൊല്ലം. മോനോ? 6 കൊല്ലം. 6-7 വർഷം. എന്ത് ചെയ്തു? ഉറങ്ങി? ഇല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആണോ? ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നു. ഓക്കെ, അതിന് വളരെ ഇമോഷണൽ ആവുന്നു എനിക്ക് തോന്നുന്നു. ശരി, നമുക്ക് വേറൊന്നുകൂടെ പെർഫോം ചെയ്താലോ? ഓക്കെ, ഇച്ചിരൂടെ എനർജി അങ്ങ് വരട്ടെ. ചെയ്തു. എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നൊസ്റ്റു ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഇനി ഇവർ പെർഫോം ചെയ്യാൻ പോകുന്നത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, എൻ്റെ ഉറപ്പ്. തുടങ്ങിക്കോ. ഗുരുകുലം, ആലത്തൂർ ഗുരുകുലം സ്കൂളിലെ കുട്ടികളാണ്. സ്കൂളിന്റെ പേര് ഞാൻ പറയാണ്ട് എല്ലാം പറഞ്ഞു, സ്കൂളിന്റെ പേര് മാത്രം പറഞ്ഞില്ല. ഇവര് സ്ഥിരമായിട്ട് എത്ര വർഷമായിട്ട് സ്കൂൾ ഫസ്റ്റാ? 12 കൊല്ലം. 12 കൊല്ലമായി കേരളത്തിൽ കലോത്സവത്തിൽ ഒരേ ഒരു സ്കൂളാണ് ഓവറോൾ ചാമ്പ്യൻ എന്നുള്ള കിരീടം നേടുന്നത്. ഇവരുടെ ഷോ ആയിരിക്കും നാളെ വൈകുന്നേരം മിക്കവാറും. ഇപ്പൊ എത്ര പോയിന്റ് ആയി? നിങ്ങളാണോ മുൻപില് ഇന്നും ഈ വർഷവും?
അതെ അതെ അതിലവർക്ക് സംശയമൊന്നുമില്ലേ? ചോദിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ തന്നെയാണ് മുന്നിൽ ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോവാണ്. പേരൊന്നും പറഞ്ഞു. അർജുൻ, തേജസ്. അപ്പൊ അതും നമ്മൾ ചോദിച്ചിരുന്നില്ല, നമ്മൾ നേരെ പെർഫോമൻസിലേക്ക് കടന്നു. അർജുന്റെ പേര് ചോദിച്ചില്ല. തേജസ് നേരത്തെ നമ്മൾ സംസാരിച്ചതിന്റെ ഒരു ഹാങ് ഓവറിലങ്ങ് ഞങ്ങൾ സംസാരിക്കരുത്. അർജുനും തേജസുമാണ്. താങ്ക് യു. അപ്പോൾ അടുത്ത വർഷം കഴിഞ്ഞു +2 ആയോ? അപ്പൊ വീണ്ടും കാണണം. ഓ ശരി, രണ്ടുപേരും +1 കാണാം. ഭക്ഷണം കഴിക്കണ്ടേ? രാവിലെ എപ്പോഴും എണീറ്റു? ഒരു 6 മണി. 6 മണിക്ക് എണീറ്റ് നമുക്ക് വേണ്ടി പെർഫോമൻസ് ഇന്ന് ഹൈസ്കൂൾ വൃന്ദവാദി ഉണ്ട്. അതിലും A ഗ്രേഡ് ആയിരിക്കും അല്ലേ? കിട്ടും. അപ്പൊ ജൂനിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ചേട്ടന്മാരിൽ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, വീണ്ടും കാണാം. ശരിയാണ് അക്ഷയ. ഈ നമ്മളിങ്ങനെ പെർഫോമൻസ് കണ്ടോണ്ടിരുന്നപ്പോൾ ഒരാളിങ്ങനെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ് നിലയെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണം, മറ്റ് ഇവിടുത്തെ ഈ ഒരു ഇടത്തിലെ മറ്റ് വിശേഷങ്ങളൊക്കെ പറ്റി പറയുമ്പോഴേ ആ പോയിന്റ് നിലയിൽ എനിക്ക് അറിയേണ്ടത് ആലത്തൂർ ഇവരുടെ ഗുരുകുലം സ്കൂൾ എത്ര പോയിന്റ് നേടിയെന്ന് അറിയണം. അവർ തന്നെയാണ് മുൻപിൽ നിൽക്കുക, നമുക്ക് അറിയണ്ടേ. എന്തായാലും കണ്ണൂരാണ് കപ്പെടുക്കാൻ സാധ്യത എന്ന് ഇപ്പൊ തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കോഴിക്കോടും തൃശ്ശൂരും ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. സ്നേഹമോൾ ഉണ്ട്, നമുക്കൊപ്പം ഉണ്ട്. സ്നേഹ, ആരാണ് കപ്പടിക്കാൻ പോവുക? സ്കൂളുകളുടെ പോയിന്റ് തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? എങ്ങനെയാണ് പോയിന്റ് വന്നു നിൽക്കുന്നത്? ഇനി എത്ര ഐറ്റമാണ് 64ാമത് കലോത്സവത്തിൽ ശേഷിക്കുന്നത്? അക്ഷയ, BSS ഗുരുകുലം പാലക്കാട് തന്നെയാണ് ഈ സ്കൂളുകളുടെ പോയിന്റ് നിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 185 പോയിന്റോടെയാണ് അവർ മുന്നിൽ നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് SVGVHSS കിടങ്ങൂര് പത്തനംതിട്ട 137 പോയിന്റാണ്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സെന്റ് തെരേസാസ് AIHSS കണ്ണൂര് 83 പോയിന്റാണ്. കണ്ണൂരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല. 739 പോയിന്റുകളോടെ കണ്ണൂരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. തൊട്ട് പുറകിന് തന്നെ കോഴിക്കോടുമുണ്ട്, 728 പോയിന്റാണ്. തൃശ്ശൂരാണ് മൂന്നാമതായി നിൽക്കുന്നത്, 726 പോയിന്റുകളാണ്. കലോത്സവം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ ഇനി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് അത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ജനപ്രിയ മത്സരങ്ങളൊക്കെ ഇന്നും നടക്കാനായിട്ടുണ്ട്.